എം.വി. ജയരാജൻ പറയുന്നത് തെറ്റിതിരുത്തിയാൽ ടി കെ ഗോവിന്ദനെയും വി കുഞ്ഞികൃഷ്ണനെയും തിരിച്ചെടുക്കാം എന്നുള്ള രീതിയിലേക്ക് CPM മാറിയിരിക്കുന്നു. ഇതിന് പിന്നിൽ എന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ കോൺഗ്രസ്? ഇപ്പോൾ എം.വി. ജയരാജൻ പറഞ്ഞതിനെതിരായിട്ട് എം.വി. ഗോവിന്ദൻ മാഷ് പറഞ്ഞു. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരാണ് എന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ തിരിയാത്ത ഒരവസ്ഥയിലാണ്. എം.വി. ജയരാജൻ പറയുന്നത് എന്താ, പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയായിരുന്നെങ്കിൽ ജയിക്കാമെന്ന്. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് എന്താണ്, മധുസൂദനൻ അഴിമതിക്കാരനാണ് എന്ന്. അപ്പോൾ മധുസൂദനൻ മാറിയാൽ ജയിക്കാമെന്ന് എം.വി. ജയരാജൻ പറയുമ്പോൾ ഇവിടെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് ശരിയാണ് എന്നും മധുസൂദനൻ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നും ജയരാജനോട് കൃത്യമായി അടിവരയിടുകയാണ്. ജയരാജൻ അങ്ങനെ പറയുമ്പോൾ എം വി രാജേഷ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ആ കണക്ക് മധുസൂദൻ്റെ കണക്കാണ് ശരിയെന്ന്. അപ്പോൾ ഇത് ഏതാണ് ശരി? CPM ഇരുട്ടിൽ തപ്പുകയാണ്. എന്താണ് പറയേണ്ടത്, എവിടെ എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയില്ല, എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു എന്നുള്ളതാണ് CPM-ന്റെ എം.വി. ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ എം.വി. ജയരാജനാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി. അപ്പോൾ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഈ കാര്യം പറഞ്ഞത്? അങ്ങനെയാണോ സംശയിക്കുന്നത്? അത് സംശയിക്കാം. ഇത് ആർക്കാ അറിയാത്തത്? ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് പയ്യന്നൂരിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതാണ് ജയരാജൻ പറഞ്ഞത്, മധു അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ ജയിക്കാമായിരുന്നുവെന്ന് പറയുന്നു. ഇത് എം.വി. ഗോവിന്ദൻ മാഷ ഭാര്യ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം തളിപ്പറമ്പിലെ കാര്യം പറയാത്തത്. കാരണം അത്രയ്ക്ക് ധൈര്യം എം.വി. ജയരാജനില്ല. ഏത് ശ്യാമള ടീച്ചറെക്കുറിച്ച് പറയുമ്പോൾ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യയാണല്ലോ, അതുകൊണ്ടായിരിക്കും അത് ഈ പറഞ്ഞതിലും അതും കൂടി ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അവിടെ SIR ആണ് തോൽപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ 16,000-ഓളം വോട്ട് അധികം ചേർത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ തളിപ്പറമ്പിൻ്റെ കാര്യത്തിൽ UDF 16,000 വോട്ട് അധികം ചേർക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തൊക്കെ അപസംബന്ധമാണ് പറയുന്നത്. അപ്പം മറ്റുള്ള സ്ഥലങ്ങളിലോ ഇതൊക്കെ വെറുതെ എന്തെങ്കിലും ഒരു പറയാൻ വേണ്ടി പറയുന്നു എന്നൊഴിച്ചാൽ അവിടെയുള്ള പിന്നെ ഇലക്ഷന് മുമ്പ് അവർ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ പറയേണ്ടത് റിസൾട്ടിന് മുമ്പല്ലേ പറയുന്നത്. റിസൾട്ടിന് മുമ്പ് അവർ പറഞ്ഞിട്ടില്ലല്ലോ. റിസൾട്ട് കഴിഞ്ഞ് തോറ്റപ്പോഴല്ലേ ഈ SIR-ഉം എല്ലാ സാധനം എടുത്തിട്ട് വന്നത്. അപ്പോൾ ഇത് CPM-ന് സത്യത്തിൽ ഒരു നിലപാടില്ല എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണെന്ന് സംശയിക്കുന്നുണ്ടോ പാർട്ടി, കണ്ണൂരിലെ പാർട്ടി? ഇന്നലെ എം.വി. ജയരാജൻ പറഞ്ഞത് എന്താണ്, പിന്നെ എം.വി. ജയരാജൻ പറഞ്ഞതിന് നേരെ എതിരായിട്ടല്ലേ ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്നത്. അതല്ലല്ലോ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത്. പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് എം.വി. ജയരാജൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഗോവിന്ദൻ മാസ്റ്റർ. അപ്പോൾ ഇവർ രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ പറയുമ്പോൾ പാർട്ടിക്ക് വ്യക്തമായ ഒരു ലൈനില്ല എന്നുള്ളതല്ലേ. വളരെ ഷാർപ്പായിട്ടാണ് എം.വി. ജയരാജൻ്റെ പ്രസ്താവനയ്ക്കെതിരെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാണ്. ഈ പാർട്ടി പൊട്ടിത്തെറിച്ച് ഇല്ലാതാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പശ്ചിമ ബംഗാൾ ആവർത്തിക്കുമെന്ന് നമ്മൾ നേരത്തെ പറയുന്നുണ്ട്, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.